കൊള്ളല്ലേ? സമയം കുറെ എടാ നീ സമയം നോക്കിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അതെന്താ മുത്തശ്ശി? പൂവയ്പ് മാത്രമല്ല, നീ ആ മുറിക്കുള്ളിൽ എന്തൊക്കെ ചടങ്ങ് നടത്തി ആദിക്കുട്ടാ? അതൊക്കെ കഴിഞ്ഞിട്ടേ അവൾ അവനെ വിടും. അതറിയാൻ ചോദിച്ചതാ. താങ്ക് യു. ഓ വരവ് വെച്ച് ഇത് പിടിക്ക്. ആ ഭാഗ്യം ദാ എത്തി. എന്നാ പിന്നെ സമയം കളയാതെ എല്ലാവരും ഇറങ്ങാൻ നോക്കാം. വാ. ശരി മുത്തശ്ശി. ശരി, നടന്നോ. കോമതി, പൂജാമുറിയിലെല്ലാം ഒരുക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ ധ്യാനത്തിന് കയറുക. ക്ലാരമ്മേ, എല്ലാത്തിനും ഒരു കണ്ണു വേണേ. അതെന്തിനാ അവരുടെ കണ്ണ്? ഞാനുണ്ടല്ലോ ഇവിടെ. അതുകൊണ്ടല്ലേ പറഞ്ഞേ. ഒരുപാട് ചിരിക്കണ്ട കേട്ടോ, ഒടുക്കം കരയേണ്ടി വരും. ഓ കർത്താവേ, എല്ലാം ഭംഗിയാക്കി തരണേ. തേടി വാതിൽ പടിയേറി കന്നീളം കാറ്റ്, മൗനം പോലും തേനായി മാറി, തീരാച്ചിരി തൂകി നമ്മുടെ പൊൻവീട്. ചൊരിമഴയാ പൊൻകിനാവുകൾ കുളിരലയാ പെയ്തിറങ്ങവേ മനമുകുളം നിറമണിയും പൂക്കാലം. ദേവി, എൻ്റെ പൂജയ്ക്ക് ഒരാപത്തം വരുത്തല്ലേ. ഞങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കി തരണേ ദേവി. എന്റെ ദേവി, നീ എത്രയും പെട്ടെന്ന് ഈ അലവലാതി പൂജയെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഓടിച്ചു തരണേ. എന്റെ അനിയനെ ചതിക്കുന്ന ഇവളുടെ കള്ളത്തരങ്ങൾ നീ പൊളിച്ചു തരണേ. പൂജയുടെ അച്ഛൻ ഉൾപ്പെടെ മുഴുവൻ ശത്രുക്കളുടെ മനസ്സ് മാറ്റി എല്ലാവരെയും ഞങ്ങളുടെ ഒപ്പം നിർത്തണമേ. ഇനിയുള്ള എല്ലാ ജന്മങ്ങളിലും പൂജയെ തന്നെ എനിക്ക് ഭാര്യയെ തരണമേ. സത്യങ്ങൾ അറിയുമ്പോൾ ഞങ്ങളുടെ മുത്തശ്ശിക്ക് ഒരു ആപത്തും വരുത്തരുതേ. മുത്തശ്ശി തന്നെ അവളെ കഴുത്തിനെ പിടിച്ച് പുറത്താക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമേ. അകത്ത് കുടുംബ ഐശ്വര്യ പൂജ നടക്കുന്നുണ്ട്. അത് കഴിയും മുൻപ് ഗണപതിക്ക് മുൻപിൽ നാളികേരം ഉടയ്ക്കണം. ഓരോരുത്തരും 11 തേങ്ങ വീതം.
വന്നോളൂ. ഓ വാ. പൂജ ആദിത്യൻ കാർത്തിക നക്ഷത്രം. ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് നാളികേരം ഉടച്ചോളൂ. അയ്യോ, അപശകനമാണല്ലോ മോളെ. കണ്ടില്ലേ, നാളികേരം ഉടഞ്ഞിട്ടില്ല. പരിഹാരം ഉണ്ടാവില്ല തിരുമേനി. മോൻ ഈ കുട്ടിയുടെ ഭർത്താവല്ലേ? ആ അതെ. ആ നാളികേരം എടുത്തോളൂ. ഇനി ഞാൻ പറയുന്നത് പോലെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ കുട്ടിയുടെ തലയ്ക്ക് ചുറ്റും നാളികേരം ഒഴിയണം. ഓം ഗംഗണപതായ നമഃ. ഓം ഗംഗണപതയ നമഃ. ഏകദന്തായ വിദ്മഹേ മേഘദണ്ഡായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. തന്നോ തന്തി പ്രചോദയാത്. ഇനി ഭാര്യയ്ക്ക് സർവ്വമംഗളങ്ങളും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാളികേരം എറിഞ്ഞുടച്ചോളൂ. അളിയൻ കളിക്കില്ല. തേങ്ങയുടെ പൊടി പോലും ഇല്ല. അടിക്കളിയാ ചിന്നി ചിതറട്ടെ. ആത്മജാവുമാദത്തൻ ആയില്യം. ഞാന് ഇതുപോലെ ഭർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കണോ? വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. പൊട്ടു എറിഞ്ഞു. ആഹാ, ഇവളാണ് കൊള്ളാലോ. നിന്റെ പെങ്ങള് തന്നെ.